ാറുണ്ട്. നമ്മൾ ഒരേ സമയത്ത് 3 മാങ്ങയാണ് റിവ്യൂ ചെയ്യുന്നത്. ഒന്ന് നമ്മുടെ എല്ലാവർക്കും അറിയുന്ന ആപ്പിൾ റുമാനിയാണ്, മറ്റൊന്ന് നമ്മളെ പ്രിയപ്പെട്ട ചക്കരക്കുട്ടിയാണ്. ചക്കരക്കുട്ടിയൊക്കെ നമ്മൾ റിവ്യൂ ചെയ്തതാണ്, പക്ഷെ നമ്മൾ കൂട്ടത്തിലൊന്ന് ചെയ്യാന്നുള്ളൂ. പിന്നെ ഇതാണ് മാങ്ങ. ഇതങ്ങനെ കൂടുതൽ ആരും റിവ്യൂ ചെയ്തതായിട്ട് നമുക്ക് കണ്ടിട്ടില്ല. ഇത് ഇന്തോനേഷ്യൻ അൽഫോൺസ എന്നൊക്കെ പറയും, ഇന്തോനേഷ്യ അൽഫോൺസ. ഇത് ശരിക്ക് ഡഫളോ റെഡ് എന്നാണ് ഇതിൻ്റെ മാങ്ങയുടെ പേര്. നല്ലൊരു മാങ്ങയാണ് ഇത്. ഒരു പിന്നെ ഓൾ സീസണാണ്, എപ്പോഴും കായ്ക്കും. അതുപോലെ തന്നെ ഒരു ചട്ടിയിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു ചെറിയ കുറുകി നിൽക്കുന്നൊരു മാവാണ്. നല്ല മാവും നല്ല മാങ്ങയാണ്, മോശമുള്ള മാങ്ങയില. അത്യാവശ്യം ഒരു മധുരവും നല്ല രസമുള്ളൊരു മാങ്ങയാണ്. പിന്നെ അതായത് ചെറുതിലേക്ക് കായ്ക്കും. സ്ഥല പരിമിതി കുറവുള്ള ആളുകൾക്ക് വെക്കാൻ പറ്റിയ ഒരു മാങ്ങയാണ്. ചുരുങ്ങിയ സ്ഥലത്ത് വളരെ ഒതുക്കി വളർത്താവുന്ന ഒരു മാങ്ങയാണ് ഇന്തോനേഷ്യൻ അൽഫോൺസ ഡഫളോ റെഡ്. അപ്പോൾ ഈ 3 മാങ്ങകളാണ് നമ്മൾ ഒരുമിച്ച് റിവ്യൂ ചെയ്യുന്നത്. ഇപ്പം ഇത് 3ഉം ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മരത്തിൽ നിന്ന് പഴുത്തതാണ്. അപ്പോൾ ഇത് ഞാനൊരു കഷ്ണം കഴിക്കുകയാണ്. ഇതാണ് നമ്മുടെ ആപ്പിൾ റുമാനി. ആപ്പിൾ റുമാനി നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടും, അതിനെ വെച്ചൊന്നും നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് കഴിയില്ല. നമുക്ക് കഴിച്ച് നോക്കാം. നല്ല രസമാണ്, ഒരു ഓവർ മധുരമല്ല, എന്നാൽ നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു മധുരമാണ്. ഇനി അടുത്തതായിട്ട് കഴിക്കുന്നത് ഇന്തോനേഷ്യൻ അൽഫോൺസ എന്ന് പറഞ്ഞാൽ ഡഫളോ റെഡ്. ഇതാണ് നമ്മൾ കഴിക്കുന്നത്. ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഇതിനുള്ളിലൊക്കെ നല്ല കളറുണ്ട്, പക്ഷെ പഴുപ്പ് അല്പം കൂടിയിരിക്കുന്നു. മധുരം ഇതും കുറവാണ്, എന്നാലും മോശമില്ല. നല്ലൊരു ആരോമ പിന്നെ ഫീൽ ചെയ്യുന്നുണ്ട്, അനുഭവപ്പെടുന്നുണ്ട്. ഇനി മജീദൊക്കെ കഴിച്ചിട്ട് മറ്റേ അഭിപ്രായങ്ങൾ പറയും. ഇത് നമ്മളിവിടെ എയർപോർട്ട് ഗാർഡൻ ഉണ്ടായ മാങ്ങയാണ് കേട്ടോ. ഇനി നമ്മുടെ പ്രിയപ്പെട്ട ചക്കരക്കുട്ടിയാണ്. ചക്കരക്കുട്ടി ശരിക്കും പഴുത്തിട്ടില്ല, ശരിക്കും പഴുക്കണം, എന്നാലും ചക്കരക്കുട്ടീൻ്റെ ആ ഒരു നമുക്ക് എന്താ അനുഭവപ്പെടുക, അത് ശരിക്ക് അനുഭവപ്പെടും. ഇതാണ് ചക്കരക്കുട്ടി. ചക്കരക്കുട്ടിയൊക്കെ കടിച്ച് തിന്നണം, ഇങ്ങനെയല്ല. അപ്പം ഈ 3 മാങ്ങയിലും നമ്മൾ വില എടുത്താണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട ചക്കരക്കുട്ടിയാണ്. ഇനി മജീദൊക്കെ ഉണ്ട് ഇവിടെ, ഇങ്ങനെ പൊതി പൂണ്ടിരിക്കുന്നുണ്ട്. മജീദൊക്കെ ഇനി ഒന്ന് മാങ്ങ എന്നിട്ട് അഭിപ്രായം പറയട്ടെ. എൻ്റെ മാത്രം അഭിപ്രായം കേൾക്കണ്ട, മജീദാനിവിടെ അഭിപ്രായം നമ്മളൊന്ന് കേൾക്കാം. മജീദാക്ക് വേണ്ടിയിട്ട് അവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒക്കെ എല്ലാം മാങ്ങി ഇവിടെ മുറിച്ചൊക്കെയുണ്ട്. ഇതാണ് ചക്കരക്കുട്ടി. ചക്കരക്കുട്ടി കുറച്ചും കൂടെ പഴുക്കാറുണ്ട്. ഇതാണ് ഡഫളോ റെഡ്. മജാക്ക, അപ്പൊ നിങ്ങളൊന്ന് കഴിച്ചോളൂ. ഇപ്പൊ ഞാൻ കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞിട്ട് നിങ്ങള് അഭിപ്രായം നോക്കാം. ഓക്കെ മജീദാക്ക, അപ്പൊ ഓരോന്ന് കഴിക്കും. ഇപ്പൊ നിങ്ങൾ ഏതാ കഴിക്കണേ? ഞാൻ ഇന്തോനേഷ്യൻ അൽഫോൺസ. അല്ല, അപ്പൊ ഡഫളോ റെഡ്. അത് കഴിക്കും. എങ്ങനെയുണ്ട് നോക്കാം. നിങ്ങൾ കഴിച്ചതിന് മുമ്പ് അത് കഴിച്ചിട്ടുണ്ട്. എന്നാ കഴിക്കും. മീഡിയം ആവറേജ് മാങ്ങ. ഒരു വലിയൊരു കാറ്റഗറിക്കൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ആവറേജ് മാങ്ങ. പൈപ്പ് കൂടിയിട്ടുണ്ട്, എന്നാലും ഒരു ആരോമ ഫ്ലേവറൊക്കെ ഉണ്ടല്ലോ, ഒരു രുചിയൊക്കെ വരുന്നു. ഇനി അത് കഴിക്കുന്നത് ആപ്പിൾ റുമാനി. നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന മാങ്ങയാണ്. ആപ്പിൾ റുമാനി ഒരു മീഡിയം മധുരമാണ്. ആരില്ല, ചെറിയൊരു പുളിപ്പ്. അതിൻ്റെ ഒരു ഇതാണ്, അത് അതിൻ്റെ ഒരു സ്വഭാവമാണ്. ചെറിയൊരു പുളിപ്പോട് കൂടിയിട്ടുള്ളൊരു മധുരമാണ് ആപ്പിൾ റുമാനിക്ക്. അതാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ്. അങ്ങനെയല്ല, ചില മാങ്ങക്ക് പുളി കൂടുമ്പോഴൊരു ടേസ്റ്റ് വേറെ. ഇനി നമ്മളെ ചക്കരക്കുട്ടി ഒന്ന് ചക്കരക്കുട്ടി നല്ല പഴുത്തിട്ടില്ല, അപ്പൊ അതിന്റെ ഒരു ന്യൂനത ഉണ്ടാവും. അപ്പൊ അതിന്റെ ഒരു ന്യൂനത ഉണ്ടാവും. ഇന്ന് വീണതാണ്, ഒരു 2 ദിവസം ഇരിക്കണം, അല്ലെങ്കിൽ അതൊന്ന് പഴുത്ത് വീഴണം. ഇത് കാറ്റടിച്ചപ്പോ വീണതാണ്. കഴിച്ച 3 നിങ്ങൾക്ക് ഏറ്റവും ഒരു ഇഷ്ടപ്പെട്ടത് ചക്കരക്കുട്ടിയാണ് അല്ലേ? ആ ഒരു ഓർമ്മ അല്ലേ, ചെറുപ്പത്തിലുള്ള
നമ്മൾ പിന്നെ കഴിക്കുന്നതാണ്. കഴിക്കുന്നതാണ്. എന്നാലും നമുക്ക് ഈ 3 മാങ്ങ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ചക്കരക്കുടി ഫുള്ള് പഴുത്തിട്ടില്ല, എന്നിട്ട് പോലും നമുക്ക് അതിൽ ടേസ്റ്റ് തോന്നുന്നുണ്ട് അല്ലേ? അതെ അതെ നല്ല. ഓക്കെ ഓക്കെ, മറ്റൊരു മാങ്ങയുടെ വിശേഷമായി വരുന്നവരെ കാത്തിരിക്കാം. ഓക്കെ, ബൈ.